നമസ്കാരം. കോഴിക്കോട് വെച്ച് മുഖ്യമന്ത്രിക്ക് നേരെ KSU MSF പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും മുഖ്യമന്ത്രി കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു സംഭവം. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ പ്രതിഷേധം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചാണ് KSU MSF പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കരിങ്കൊടി കാണിച്ച 8 KSU പ്രവർത്തകരെയും 4 MSF പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട് എൻജോയ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. ഗസ്റ്റ് ഹൗസിൽ നിന്ന് ബീച്ചിലെ സമ്മേളന നഗരിയിലേക്ക് പോകുന്നതിനിടെ വെസ്റ്റ് ഹില്ലിൽ വെച്ചാണ് KSU MSF പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചത്. പ്രതിഷേധ സാധ്യതയുള്ളതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നതിനാൽ കൂടുതൽ പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. KSU ജില്ലാ പ്രസിഡന്റ് സൂരജ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷഹബാസ്, MP രാഗിൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ കൂടുതൽ പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിരുന്നു. പോലീസുകാർക്ക് ഇവരെ തിരിച്ചറിയാൻ സാധിച്ചതുമില്ല. മുഖ്യമന്ത്രിയുടെ വാഹനം അടുത്തേക്ക് എത്തിയപ്പോൾ പ്രവർത്തകർ കരിങ്കൊടിയുമായി ചാടി വീഴുകയായിരുന്നു. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരം വ്യാപിക്കുകയാണ്. മലബാറിൽ മാത്രം ഒതുങ്ങി നിന്ന സമരം തലസ്ഥാനത്തേക്കും വ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് MSF പൂട്ടിയിട്ടു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള 20ഓളം പ്രവർത്തകരാണ് രാവിലെയോടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറിയത്. ഇവരെയെല്ലാം പോലീസ് എത്തി മാറ്റുകയായിരുന്നു. ബലപ്രയോഗത്തിലൂടെയാണ് ഇവരെ പുറത്തിറക്കിയത്. +1 സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ പ്രതിഷേധിച്ചു. പാലക്കാട്, കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു. ഇവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറം ജില്ലയിലടക്കം +1 സീറ്റിൽ ഗുരുതര പ്രതിസന്ധിയെന്ന് SFIയും ശരിവെച്ചതിന് പിന്നാലെ വിശദീകരണവുമായി മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തിയിരുന്നു. മലപ്പുറത്ത് +1ൽ കുറവുള്ളത് 2954 സീറ്റുകൾ മാത്രമെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. അൺഎയ്ഡഡ് ഒഴികെ 11,083 സീറ്റുകളിൽ ജില്ലയിൽ ഒഴിവുണ്ട്. ഇനി 2 അലോട്ട്മെന്റ് കൂടിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ശാന്തമായ അന്തരീക്ഷത്തിൽ പോകുന്ന വിദ്യാഭ്യാസ വകുപ്പിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് MSFന്റേതെന്നും മന്ത്രി ആരോപിച്ചു. PK കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമരം ചെയ്യുന്നവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടക്കുന്നത്. ആദ്യ അലോട്ട്മെന്റ് കഴിയുമ്പോൾ തന്നെ സമരം തുടങ്ങി. കണക്ക് വെച്ച് സമരക്കാരോട് സംസാരിക്കാനും തയ്യാറാണ്. സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നും V ശിവൻകുട്ടി പറഞ്ഞു. മലപ്പുറത്താകെ 21,550 സീറ്റുകളുടെ ഒഴിവാണ് ഇനി ബാക്കിയുള്ളത്. അൺഎയ്ഡഡ് ഒഴിവാക്കിയാൽ തന്നെ 11,083 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. മലപ്പുറത്ത് ഇനി പ്രവേശനം ലഭിക്കാനുള്ളത് 14,037 പേർക്ക് മാത്രമാണ്. 2,954 സീറ്റുകളുടെ കുറവ് മാത്രമാണ് ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു. 2 അലോട്ട്മെന്റുകൾ കൂടി കഴിയുമ്പോൾ കുറച്ച് കുട്ടികൾ കൂടി അഡ്മിഷൻ ലഭിക്കും. VHSC, അൺഎയ്ഡഡ് +2, മറ്റു കോഴ്സുകൾ എന്നിവ തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനും അവസരമുണ്ടെന്നും V ശിവൻകുട്ടി പറഞ്ഞു. മലപ്പുറം ജില്ലയിലടക്കം +1 സീറ്റിൽ ഗുരുതര പ്രതിസന്ധിയെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഇന്നലെ വിമർശിച്ചിരുന്നു. മലബാറിലെ +1 സീറ്റുകളിൽ പ്രതിസന്ധിയില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ നിലപാട് തള്ളിയാണ് SFI രംഗത്ത് വന്നത്. പുതിയ ബാച്ചുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയെന്നും പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളതായി VP സാനു പറഞ്ഞു. മന്ത്രി ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ SFIയും സമരരംഗത്ത് വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.